എന്റെ കാശിങ് തന്നെ, ഞാനിത് അവിടെ നിന്ന് ഇവിടെ വരെ പുറകെ വരെയായിരുന്നു. തന്നോട് ആരും എനിക്ക് എസ്കോർട്ട് വരാൻ? പിന്നെ ഇത് താൻ വന്ന വണ്ടിയല്ലേ? അപ്പൊ ഇതും താൻ വന്ന വണ്ടിയാ? അല്ല, ഇത്തരത്തിൽ എനിക്ക് വരാൻ 2 വണ്ടിയോ? നിങ്ങൾ എന്താണ് പറയുന്നത്? ഇതെന്താ ഓട്ടോ സ്റ്റാൻഡാ? എടുത്തു മാറ്റാ വണ്ടി. അതല്ലേ ചോദിക്കുന്നത്, ഇതെന്താ ഓട്ടോ സ്റ്റാൻഡാ? ഒന്ന് പിടിച്ച് മാറ്റുവാൻ ഞാൻ ഇപ്പൊ വരാം. ഒരാളൊന്ന് കാണോ. താനിത് എവിടെ പോകുന്നു? കണ്ടൂടെ ഇതിന്റെ അകത്തേക്ക്? ആരെ കാണണമെന്ന് പറഞ്ഞാൽ വിളിച്ച് കാണിച്ചു തരാം. എനിക്ക് പടച്ചാമ്പുരാനൊന്ന് കാണണം. ഒന്ന് വിളിച്ച് കാണിച്ചു തരാൻ പറ്റുമോ? ഒന്ന് പോയാ. എടാ, നീ ഇതിന്റെ ഉള്ളിലല്ല, ഏത് ബഹറിന്റെ ഉള്ളിലാണെങ്കിലും അംസക്കോയ കണ്ടുപിടിക്കും. ഇറങ്ങി വാടാ തൊരപ്പാ. സോറി, നിങ്ങളല്ല, വേറൊരു തൊരപ്പുണ്ട്. എന്റെ സ്നേഹിതൻ ബാലകൃഷ്ണൻ. കേട്ടിക്കണു, എന്റെ ഒരു 35,000 രൂപ കടം വാങ്ങിയിട്ട് മുങ്ങിക്കളഞ്ഞാണ് അവൻ. സഹോദരന്മാരെ, നിങ്ങൾ എല്ലാരും കൂടി അവനോട് ആ പൈസ ഒന്ന് വാങ്ങിത്തരുമോ? അല്ലെങ്കിൽ എന്റെ പെങ്ങളെ കല്യാണം മുടങ്ങിപ്പോവും. നിങ്ങൾക്കാവുമ്പോ അതിന്റെ സമ്പളത്തിൽ നിന്ന് പിടിക്കാലോ, ഞാൻ രക്ഷപ്പെടും. അതിന് അവൻ ഇവിടെ അല്ല ജോലി. നോണ പറയരുത്, അവൻ ഈ ഓഫീസിലാണ് ജോലി ചെയ്യുന്നത്. എനിക്ക് നല്ലോണം അറിയാം. എടോ, ഈ തലയ്ക്ക് വെളിവില്ലാത്തവനൊക്കെ ഇങ്ങോട്ട് കയറ്റി വിടുന്ന എന്തിനാ? തലക്ക് വെളിവില്ലാത്ത എനിക്കല്ല, നിങ്ങളെ വാപ്പക്കാണ്. എടോ, സാധനത്തെ പിടിച്ച് പുറത്താക്കോ. അവിടെ നിൽക്കണോ? അടുക്കരുത്, അടുക്കരുത്. പഞ്ചായത്തിന്റെ ഒറ്റ കുട്ടി അടുക്കരുത്. ആഫീസ് ഞാൻ അടിച്ചു പൊളിക്കണ. കൊല്ലുള്ളൂ, നിന്റെ അടുക്കരുത്. ശരീരം വരും. എന്റെ സ്വന്തം ശരീരം കേടത്തില്ലല്ലോ. അത് അവിടെ നെക്കില്ല, അതിൽ തക്കെ നെക്കില്ല, അതാക്കി പഠിച്ചാല് കൗത്ത് പിടിക്കല വല കണ്ടു. രാധനായ കൊണ്ടുപോകാനാണ് കൊണ്ടുപോകും. അമ്മോ വിടാ, എന്തൊരു ശല്യമാണ്. ആ ബാലകൃഷ്ണൻ കൊണ്ട് ഇവിടെ ഇരിക്കപ്പെടുന്നില്ലാണ്ടായല്ലോ ഭഗവാന്. ഇങ്ങോട്ട് ഇറങ്ങി വാ ആശാനെ, ധൈര്യമായിട്ട് ഇറങ്ങി വാ. അവൻ ഇവിടെ തന്നെ കാണും. എത്രയായി മോനെ പൈസ? അതൊക്കെ ഞാൻ കൊടുത്തോളാം. ഇതൊക്കെ എന്റെ ഒരു സന്തോഷമാണ്. അവനിപ്പോ ഇവിടുന്ന് മുങ്ങോ? എവിടെ മുങ്ങിയാലും ഞാനില്ലേ, പിടിച്ചെടുത്ത് കൈ കൊണ്ടു തരും. നിങ്ങൾ തമ്മിൽ നല്ല ഫ്രണ്ട്സ് ആണല്ലേ? എന്താ പേര്? ബാലകൃഷ്ണൻ. നല്ല പേര്. പിന്നല്ലാതെ ബാലകൃഷ്ണൻ എങ്ങനെ ആയിരുന്നെങ്കിൽ നാറിപ്പോയേനെ. നിൽക്കുന്നു ബാലകൃഷ്ണൻ. പോടെ. ഹംസക്കോയ, നീ എന്താ എന്നെ കണ്ടിട്ട് മാറിക്കളഞ്ഞത്? എന്നെ കണ്ട് മാറിക്കളഞ്ഞു. അടിച്ചു തീർക്കേ. എന്താ ബാലകൃഷ്ണ? ഒന്നുമില്ല പത്താച്ചേട്ടാ, ഇവൻ എന്റെ നാട്ടിലെ ഏറ്റവും അടുത്ത സുഹൃത്താ. വളരെ നാളായി കാണുന്നതിന്റെ സ്നേഹമായത്. എന്റെ മാതാവേ, കഴുത്തിൽ ഞെക്കി പിടിച്ചിട്ട് സ്നേഹം കാണിക്കുക. കംപ്ലീറ്റ് തൊലച്ചു. സമാധാനമായല്ലോ. അവരുടെ വഴക്കിന്ന് തീർന്നു പോയനെ. പോളെ എന്തോ നിങ്ങൾക്കറിയോ, ഇവന്റെ പെങ്ങള് പൊരാറിയിക്കുമ്പോ ഈ അംസക്കോയ ഉണ്ടായിട്ടുള്ളൂ ഇവനെ രക്ഷിക്കാൻ. ഒരു ഈടും ഇല്ലാണ്ട് 35,000 രൂപ അംസക്കോയ എണ്ണിക്കൊടുത്തോണ്ടാണ് ഇവന്റെ പെങ്ങളെ കോത്ത് താലി വീണത്. അംസക്കോയെ, മനുഷ്യന് ലോകത്തിലെ ഏറ്റവും വലുത് സ്നേഹ. പണം ഇന്ന് വരും, നാളെ പോവും, നാളെ വരും, മറ്റന്നാ പോവും, മറ്റന്നാ വരും. നമ്മളെ പേരെന്താ? മത്തായച്ചെന്ന. പണം ഇന്ന് വരും, നാളെ പോവും, നാളെ വരും, മറ്റന്നാൾ പോവും, 4 നാൾ ഒന്നായിട്ടൊരു പോക്കുണ്ട്. മത്തായച്ചെന്തൊരു പൈസ എന്തേ തരുവാന്ന്? ഒന്ന് പോടോ മാപ്പിളെ. എടാ, ഇനി ഒരാഴ്ചയുള്ളൂ എന്റെ നബീസുന്റെ നിക്കാഹിന്. ഞായറാഴ്ച നിക്കാഹിന് മുമ്പ് കാശ് കൊടുത്തിട്ടില്ലെങ്കിൽ ആ കല്യാണം മുടങ്ങിപ്പോകും. എനിക്ക് തരാനുള്ള പൈസ തരാണ്ടിരിക്കാനല്ല നമുക്ക് നീ ഒളിച്ചോടി പോകുന്നത്. നീ ഇവിടെ ഉണ്ടെന്ന് കേട്ടിട്ട് ഞാൻ എന്നെ തിരക്കി പോരാൻ നിൽക്കുമ്പോ എന്റെ നബീസ് എന്താ പറഞ്ഞതെന്നറിയോ? ഇക്കാക്ക, എന്റെ കല്യാണം മുടങ്ങിയാലും സാരമില്ല, ബാലേട്ടനെ ബുദ്ധിമുട്ടിക്കരുതെന്നാ. അങ്ങനത്തെ ഒരു പെണ്ണിന്റെ കല്യാണം നീ ആയിട്ട് നടക്കാണ്ടിരുന്നാൽ നമുക്ക് നീ 13 ജന്മം ഗുണം പിടിക്കൂല. അംസക്കോയ, നീ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നേ? നബീസുന്റെ കല്യാണം നിശ്ചയ സമയത്തിന് നടത്തും. നീ വെള്ളിയാഴ്ച മുഴുവൻ പണവും ഞാൻ തരാം. നിനക്കെന്താ വിശ്വാസമില്ലേ? ഞാനല്ലേ തരാമെന്ന് പറയുന്നത്. അതാണ് എനിക്ക് വിശ്വാസമില്ലാത്തത്. വേണ്ട, മൂപ്പര് പറയട്ടെ. മൂപ്പരല്ല, മത്തായി. മത്തായി മൂപ്പര് പറയട്ടെ. എന്തായി, നിങ്ങൾ തരുമോ? അവരാരും അല്ലല്ലോ, ഞാനല്ലേ നിനക്ക് പണം തരാനുള്ളത്. ദേ, നീ വെള്ളിയാഴ്ച വരുന്നു, പണവുമായി നമ്മൾ പോകുന്നു. നബീസുന്റെ കല്യാണം നമ്മൾ രണ്ടാളും ചേർന്ന് നടത്തുന്നു. എന്താ? അല്ല, ഇത് വല്ലതും നടക്കുവോ? നടക്കും. നീ ഇപ്പൊ പോവാം. ഞാൻ പോകാം, പക്ഷെ ഞാൻ വീണ്ടും തിരിച്ചു വരും അടുത്ത വെള്ളിയാഴ്ച. ഞാൻ ഒറ്റക്കല്ല, എന്റെ കൂടെ 10-15 ആളും ഉണ്ടാവും. അവരെ കൊണ്ട് നിന്നെ തല്ലിക്കാനോ നിന്നോട് കാശ് വാങ്ങിക്കാനോ അല്ല ബാലകൃഷ്ണ. നീ തരാനുള്ള കാശ് തന്നിട്ടില്ലെങ്കിലും നിന്നെ ഒന്നും ചെയ്യില്ല. പക്ഷെ എന്റെ നബീസുവിന്റെ കല്യാണം നടന്നിട്ടില്ലെങ്കിൽ ഞാൻ ഇവിടെ കിടന്ന് മയ്യത്താവും.
ആ മയ്യത്തെടുക്കാനാണ് ഞാൻ ഈ ആളുകളെ കൂട്ടിക്കൊണ്ടുവരുന്നത്. എടാ, നീ എന്തിനാ അങ്ങനെ പറഞ്ഞത്? പണം നീ എവിടെ നിന്ന് എടുത്തു കൊടുക്കും? പണം കിട്ടും ചേട്ടാ. എവിടെ നിന്ന് കിട്ടുമെന്നേ? എന്തെത്ര ഉറപ്പ്? എന്റെ മനസ്സ് പറയുന്നു എനിക്ക് പണം കിട്ടുമെന്നും നബീസുന്റെ കല്യാണം നടക്കുമെന്നും. അവനോട് വേണമെങ്കിൽ ഒന്ന് കഞ്ഞി കുടിക്കാൻ പറ. ബാക്കിയുള്ളവർ കിടന്ന് ഉറങ്ങണം. എന്താ നീ കഞ്ഞി കുടിക്കണില്ലേ? നിനക്കെന്താ വിഷമം? ഒന്നുമില്ല, നബീസിന്റെ കാര്യം ആലോചിക്കായിരുന്നു. എന്റെ ഈ കൈകളിൽ കിടന്ന് വളർന്നവളാ അവള്, എന്റെ മറ്റൊരു പെങ്ങള്. ഇന്നവള് കല്യാണ പെണ്ണായി. ആ കല്യാണം നടക്കണം ചേട്ടാ. എങ്ങനെയും ഞാനത് നടത്തും. ഒരു നിവൃത്തിയില്ലെങ്കിൽ ഞാൻ ഒരു മാർഗം കണ്ടിട്ടുണ്ട്. എടാ ബാലകൃഷ്ണ, സത്യം പറ, നീ വല്ല ബാങ്ക് കുത്തിപ്പിടിക്കാൻ പ്ലാൻ ഇട്ടിരിക്കുക? അതൊന്നും വേണ്ടി വരില്ല, പണം കിട്ടും. പക്ഷേ ഞാൻ എന്തിനു വേണ്ടിയാണോ ഈ നഗരത്തിലേക്ക് വന്നത്, എന്ത് നേടാനാണോ ഇത്ര നാൾ വലഞ്ഞത്, ആ ജോലി എനിക്ക് നഷ്ടമാവും. റാണി, എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു. എന്ത് കാര്യം? ഒന്ന് പുറത്തേക്ക് വരൂ, പറയാം. ഇവിടെ വെച്ച് പറഞ്ഞാൽ മതി. പ്ലീസ്, പേഴ്സണലായിട്ട് പറയണതാ. ഒന്ന് പുറത്തേക്ക് വരൂ. എന്താ? റാണി അന്നൊരു ദിവസം എന്നോട് പറഞ്ഞില്ലേ 50,000 രൂപ കൊണ്ട് തന്ന ജോലിയിൽ നിന്ന് മാറി തരാമെന്ന്? കാര്യമായിട്ട് പറഞ്ഞാണോ അത്? മനസ്സുണ്ടായിട്ടൊന്നുമല്ല, നിങ്ങളുടെ വാശി കണ്ടപ്പോ ചെറിയൊരു ഇഷ്ടം തോന്നിയപ്പോ ഒന്ന് തോറ്റു തരാമെന്ന് കരുതിയെന്നേ ഉള്ളൂ. 50,000 പോയിട്ട് 50 പൈസയുടെ നിലയും വിലയില്ല തുരുത്തനാ ഞാൻ. കടം കൂടിയപ്പോഴാ നാട് വിട്ടത് തന്നെ. ഒരു ജോലി കയ്യിലുണ്ടെങ്കിൽ കടക്കാരെയൊക്കെ ഒന്ന് പറഞ്ഞു നിർത്താലോ. അതിനാ ഒരു ജോലി എളുപ്പം കിട്ടാൻ വേണ്ടി ഈ ബഹളമൊക്കെ ഉണ്ടാക്കിയത്. ബഹളം ഉണ്ടാക്കാനല്ലാതെ മറ്റൊന്നും എനിക്കറിയില്ല, അതിനുള്ള കഴിവുമില്ല. ജോലി റാണി തന്നെ എടുത്തോളൂ. ആർക്കെങ്കിലും മറിച്ചു കൊടുക്കാനാണെങ്കിൽ റാണിക്ക് അതിന് സാമർഥ്യം ഉണ്ടല്ലോ. എത്ര പേപ്പർ വേണമെങ്കിലും ഞാൻ ഒപ്പിട്ട് തരാം. പകരം എനിക്കൊരു 35,000 രൂപ തരുമോ? പെങ്ങളുടെ കല്യാണത്തിന് പണ്ട് വാങ്ങിച്ചൊരു കടമുണ്ട് എനിക്ക്. അത് ഉടനെ തിരിച്ചു കൊടുത്തില്ലെങ്കിൽ ആ പെൺകുട്ടിയുടെ കല്യാണം മുടങ്ങും. സത്യവും ഞാൻ ഈ പറയുന്നതൊക്കെ. വളരെ പ്രതീക്ഷയിലാ വന്നത്. ഇപ്പോ റാണി എന്നെ സഹായിച്ചില്ലെങ്കിൽ ഞാൻ ആകെ ബുദ്ധിമുട്ടിലാവും. പ്ലീസ്, പറ്റില്ല എന്ന് പറയരുത്, അവധിയും പറയരുത്. ഇത്രയും വലിയൊരു മണ്ടത്തരം ബാലകൃഷ്ണൻ കാണിക്കണം. അത്യാവശ്യം കൊണ്ടാ. ഈ കച്ചവടത്തിൽ റാണിക്ക് ഒരു നഷ്ടവും വരില്ല, വലിയ ലാഭം ഉണ്ടാവും. പിന്നെ റാണി ഒരു സാമർത്ഥ്യകാരി ആയതുകൊണ്ട് ഞാൻ മനസ്സറിഞ്ഞ് തോറ്റു വരിക. എത്ര പെട്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു എന്റെ സാമർത്ഥ്യമൊക്കെ. ഒരു കാര്യം ചെയ്യൂ, വൈകിട്ട് വീട്ടിലേക്ക് വരൂ, അവിടെ വെച്ച് സംസാരിക്കാം. ശരി, വരാം. റാണി, വീട് എവിടെയാന്ന് പറഞ്ഞില്ലല്ലോ? മരിയ ഹോസ്പിറ്റലിന് തെക്ക് ഭാഗത്ത് 4ാമത്തെ വീട്. താങ്ക്സ്. ഇതാമേ നമ്മൾ വെക്കുന്ന വീട്. ഇത്രയും വലുതോ? ഏതായാലും വെക്കല്ലേ അമ്മേ, ഇത്തിരി വലുത് തന്നെ ആയിക്കോട്ടെ. ജീവിതത്തിൽ ഒരിക്കലല്ലേ പറ്റൂ. നമ്മൾ നടന്നാട്ടെ. അണ്ണാ, പെട്രോൾ പെട്രോൾ ഒഴിക്കാടെ കിടന്ന് ചാവാ. സാറേ, സാറ് കൽക്കട്ട എപ്പോഴെത്തി? ഇന്ന് രാവിലത്തെ ഫ്ലൈറ്റിലെത്തി. നേരെ അമ്മയും കൊണ്ട് ഇങ്ങോട്ട് പോകും. ഞാനിവിടുത്തെ മേസ്ത്രിയാ. അമ്മയെ പറ്റി സാർ എപ്പോഴും എന്നോട് പറയാറുണ്ട്. ഇന്നലെ വൈകിട്ട് കൂടി പറഞ്ഞു. അതെങ്ങനെ? താനും കൽക്കട്ടയിലാണോ താമസിക്കുന്നത്? അതെ, ഞാൻ കൽക്കട്ടയിൽ നിന്ന് ഫോൺ ചെയ്തിരുന്നു. വീടിന്റെ പണി എളുപ്പം തീർക്കണം, അമ്മയ്ക്ക് ഒന്ന് കാണാനുള്ളതാണ്. അതാ അല്ലേ? അതെ. അമ്മ ഇങ്ങോട്ട് നടന്നാട്ടെ. എടോ, താൻ ഓവറാക്ട് ചെയ്ത് ചളവാക്കുമല്ലേ? പൊന്നപ്പാ, എന്താണ്? ഇയാൾക്ക് എന്താന്ന് വെച്ചാ കൊടുത്ത് തൊലക്കി. എവിടുന്ന്? നീ കൊറേ ഞാൻ അഡ്ജസ്റ്റ് ചെയ്യാം. അണ്ണാ, പെട്രോള്. എടാ ഒഴിക്കാടാ പഞ്ഞങ്ങള്. അല്ല പക്ഷേ, അതാരാ? അവന്റെ അമ്മയാണോ? അമ്മ തന്നെയാണോന്ന് എനിക്കും സംശയമുണ്ട്. അല്ല, അച്ഛൻ. ഇയാളും ചുമ്മാ ഇടൂ. താനെന്തിനാ എന്നോട് ചൂടാവുന്നത്? ആശാനെ, അമ്മ തന്നെയാണെന്നാ എന്നോടും പറഞ്ഞിരിക്കുന്നത്. ഇന്നലെ വൈകുന്നേരം വന്ന് ഉറപ്പിച്ചിട്ട് പോയതാ. അമ്മ വരുമ്പോ ഇങ്ങനെയൊക്കെ പറയണമെന്ന്. ഏതായാലും ആള് മഹാവില്ലനാ. അതാണ് നമ്മുടെ ഓഫീസ് റൂം. അവിടെ നമ്മൾ കംപ്ലീറ്റ് മാർബിൾ ഇടാനുള്ള പരിപാടിയാണ്. ഇവിടെ അമ്മയുടെ ഒരു വലിയ ഫോട്ടോ,
ഇവിടെ ഒരു ഊഞ്ഞാൽ, അമ്മയ്ക്കൊരു നാടാൻ. ഇവിടെ നമ്മൾ കംപ്ലീറ്റ് സ്ക്രീൻ ഇടും. അപ്പുറത്തെ ഡൈനിങ് ടേബിൾ, അവിടെ ഞാനും അമ്മയും എന്റെ എടാ ഗോലകൃഷ്ണൻ, നീ കൽക്കട്ടയിൽ പോന്നു. നിനക്കെന്നെ മനസ്സിലായില്ലേ? ഞാനാ ബാലകൃഷ്ണൻ. ആരാ മോനെ അത്? ഞാൻ പറയാം, ഇവൻ എന്നെ ശരിക്കും അറിയാം. ഇപ്പൊ അറിയാത്തവർ നടിക്കുക. ഞങ്ങൾ തമ്മി ആദ്യമാദ്യമായി കാണുന്നത് തന്നെ റോഡിൽ വെച്ചാ. പോക്കറ്റടിക്കാരനാ വിചാരിച്ചത്. പോക്കറ്റടിക്കാരനോ? ബാലേഷ് ഒന്നും വന്നേ. എടാ, നിന്റെ കംപ്ലീറ്റ് കാര്യങ്ങൾ അമ്മ അറിയട്ടാ. എനിക്ക് അമ്മയുടെ എല്ലാം പറയണം. നീ കൈവിട്ടെ. ഇവൻ എന്നെ സഹായിച്ചതിന് കൈയും കണക്കുമില്ല. 6 കൊല്ലം ഞാൻ കഷ്ടപ്പെട്ടിട്ടും കിട്ടായിരുന്ന ജോലിയാ ഈസിയായിട്ട് ശരിപ്പെടുത്തി കൈ തന്നത്. എന്തിനമ്മ അധികം പറയുന്നത്? ഇവന്റെ ഈ കൈ കൊണ്ടല്ലേ ഞാനും ആ മത്തായിച്ചേട്ടനും 3 പേരും കഞ്ഞി കുടിച്ചു കഴിയുന്നത്. ഇവനില്ലെങ്കിൽ ഞങ്ങളുടെ അടുപ്പിൽ നിന്ന് തീ പുകയില്ല. നീ രാത്രി കഞ്ഞിക്കുമ്പോ എത്തുവോ? എവിടെ എത്തുമെന്നു? അതെ, കൽക്കട്ടയില്. ഞാൻ ഈ അടുത്ത ഫ്ലൈറ്റിന് തിരിച്ചു എന്നിട്ട് വേണം കഞ്ഞി വെക്കാൻ. കൽക്കട്ടയിൽ നീ കഞ്ഞിയാണോ കുടിക്കുന്നത്? അതെ അമ്മേ, എനിക്ക് ചപ്പാത്തി പിടിക്കത്തില്ല, അതുകൊണ്ട് ഞാൻ തന്നെ വെക്കും. 3 നേരം കഞ്ഞിയാ. 3 നേരമല്ല, ഇവൻ ഫുൾ ടൈം കഞ്ഞിയാ. ബാലേഷ പ്ലീസ്. നീ എന്തിനാ വരളുന്നത്? നീ എനിക്ക് ചെയ്ത ഉപകാരങ്ങൾക്ക് ഞാൻ എന്തെങ്കിലും തിരിച്ചു എന്ന് വിചാരിച്ച? നമ്മളൊക്കെ എന്തെങ്കിലും ചെയ്താൽ വല്ലതും ആവുമോ? ഇതിനൊക്കെ ദൈവം കൊടുക്കണം അല്ലേ അമ്മേ? അതെ മോനെ, എന്റെ മോന്റെ പ്രവൃത്തികൾക്കെല്ലാം ദൈവം അറിഞ്ഞു കൊടുക്കും. മതി, എനിക്കത് മതി. അമ്മ കൂടി അതിനു വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ചാ മതി. ഒരു 100 രൂപ. എന്തിനാ? നിന്റെ പേരിലാ വഴിപാട് കഴിക്കാനാ. കൊടുക്കും മോനെ. ഏത് വഴിപാട്? നീ മറന്നുപോയോ? അന്ന് ആ വെള്ള പേപ്പറിൽ ഒപ്പിട്ട് കൊടുത്ത ആ ഗണപതിക്ക്. ഇവനിങ്ങനെ എല്ലാം മറക്കും. സ്ഥിര സ്വഭാവം. അമ്മേ, ഞങ്ങൾ പോരാ. ഡേ നീ വന്നേ. നിന്നെ ഇപ്പൊ എനിക്ക് വേണമെങ്കിൽ ഒടിച്ചു നുറുക്കി കൈ തരാം. പക്ഷെ ഞാനത് ചെയ്യുന്നില്ല. നിന്നോടൊക്കെ പ്രതികാരം ചീട്ടി ഈ ബാലകൃഷ്ണൻ ഒന്നും നേടാലടാ. വയ്ക്കോ, വയ്ക്കോടാ. ഒന്ന് നിന്നേ. ഒരു കാര്യം കൂടെ ചോദിച്ചോട്ടെ. ആ സ്ത്രീ അത് നിന്റെ അമ്മ തന്നെ ആണോടാ പട്ടി? കണ്ണീർ കായലിലേതോ കടലാസിന്റെ തോണി അലയും കാറ്റിലുലയും 2 കരയും ദൂരെ ദൂരെ. ഹലോ, ഒന്ന് നിൽക്കണേ. ഇവിടെ ഈ ഹിന്ദുസ്ഥാൻ കെമിക്കൽസിൽ ഈയിടെ ജോലി കിട്ടിയ റാണി എന്ന് പറഞ്ഞൊരു കുട്ടിയല്ലേ? ആ തീപിടുത്തത്തിൽ മരിച്ച ശിവശങ്കരപ്പണിക്കരുടെ മോളല്ലേ? അതെ. എന്താ കാര്യം? അതിന്റെ വീട് എവിടെയാ? അകത്തേക്ക് കയറി ആദ്യത്തെ വീട്. താങ്ക്സ്. കുട്ടികളെ, റാണിയില്ലേ ഇവിടെ? അല്ല ബാലകൃഷ്ണോ, ഇത്ര നേരത്തെ എത്തുന്നു പ്രതീക്ഷിച്ചില്ല. ഞാൻ ഇപ്പൊ ഓഫീസിൽ നിന്ന് വേഷമൊക്കെ ഒന്ന് മാറിയതേ ഉള്ളൂ. വരൂ, അകത്തേക്ക് വരൂ. വരൂന്നേ. ഇതാണോ റാണിയുടെ വീട്? തീരെ പ്രതീക്ഷിച്ചില്ല അല്ലേ? വരൂ. കൊന്നു കളയും ഞാൻ. ഈ പടി ചവിട്ടി കേറുവോ? എടാ, ഈ പടി ചവിട്ടി കേറുവോ? അത് അമ്മേ, എടാ, ഈ പടി ചവിട്ടി കേറുവോന്ന്? ഏരാണും കേട്ടവനെ. വരൂ. അച്ഛന്റെ മരണശേഷ അമ്മ മാനസികമായിട്ട് തകർന്നത്. ആദ്യം 2 വർഷം നന്നായിട്ടൊക്കെ ചികിത്സിച്ചു. പിന്നെ എല്ലാരും അങ്ങ് ഉപേക്ഷിച്ച മട്ട. എല്ലാരും വെച്ചാ ഈ ഞാൻ പോലും. ബാലകൃഷ്ണൻ എന്താ ഇരിക്കാത്ത? ഇപ്പോഴും അമ്പരപ്പ് മാറിയിട്ടില്ലെന്ന് തോന്നുന്നു. ഇല്ല, ഞാൻ ഇങ്ങനൊന്നുമല്ല റാണിയെ കരുതിയിരുന്നത്. ഇന്നലെ വരെ ഞാൻ കണ്ട റാണിയാണോ അതോ ഇന്നീ കാണുന്ന റാണിയാണോ? ഏതാ യഥാർത്ഥ റാണിയെന്ന് എനിക്കിപ്പോഴും സംശയം. സംശയിക്കണ്ട, ഈ മുമ്പിൽ നിൽക്കുന്ന ആള് തന്നെയാ യഥാർത്ഥ റാണി. അവിടെ ഇരിക്കുന്ന ഭ്രാന്തിയായ അമ്മ, അകത്ത് തളർന്നുറങ്ങുന്ന ചേച്ചി, ഭർത്താവ് ഉപേക്ഷിച്ചതാ.
അവരുടെ 4 പെൺകുട്ടികളാ ആ കളിച്ചോണ്ടിരുന്നവര്. ഇവരൊക്കെയാ ബാലകൃഷ്ണൻ പറഞ്ഞ സാമർത്ഥ്യക്കാരുടെ സ്വത്തുക്കൾ. ഇതൊന്നും സാരമില്ല, ഇനിയൊരു സ്വത്തുണ്ട്. അതാ എന്റെ ഏറ്റവും വലിയ ദുഃഖം. ഉണ്ണി, ഉണ്ണി, എന്താ ചേച്ചി? ഒന്ന് ഇവിടെ വരെ വരാമോ? ദാ വരുന്നു. എന്താ ചേച്ചി? ഇവിടെ ഒരാൾക്ക് നിന്നെ കാണണമെന്ന്. ആരാ ചേച്ചി? നിനക്ക് കാണാമോ? എന്തോ പോലെ, ഒരു മിന്നായം പോലെ. ആ, ഇത് ബാലകൃഷ്ണൻ. ബാലകൃഷ്ണനോ? അതാരാ? ബാലകൃഷ്ണൻ ചേച്ചിയുടെ ആരാ അത്? അച്ഛന്റെ കൂടെ ജോലി ചെയ്തിരുന്ന ആളുടെ മോനകത്ത് വയ്ക്കോ. കഴിഞ്ഞ SSLC പരീക്ഷയ്ക്ക് ഹൈ ഫസ്റ്റ് ക്ലാസ് ആണവൻ. അവന്റെ സ്കൂളില് ഏറ്റവും കൂടുതൽ മാർക്കും അവനായിരുന്നു. 1.5 മാസമേ ആയുള്ളൂ കണ്ണിന് കാഴ്ച കുറയാൻ തുടങ്ങിയിട്ട്. കഴിഞ്ഞ ആഴ്ച മുതൽ ഒട്ടും കാണാതായി തുടങ്ങി. പെട്ടെന്ന് ഇങ്ങനെ ഉണ്ടാവാൻ കാരണം? എന്തു പറയാൻ, വിധിയെന്ന് പറഞ്ഞാ മതിയല്ലോ. അച്ഛന്റെ മരണശേഷം എല്ലാ ചുമതലയും എന്റെ തലയിലായപ്പോഴും എനിക്ക് നല്ല ധൈര്യമായിരുന്നു. എല്ലാം ശരിയാക്കി എടുക്കാൻ പറ്റുമെന്ന് തന്നെ ഞാൻ കരുതി. എന്റെ പ്രതീക്ഷ മുഴുവൻ ഉണ്ണിയിലായിരുന്നു. എത്ര കഷ്ടപ്പെട്ടായാലും ഞാൻ അവനെ പഠിപ്പിക്കുമായിരുന്നു. പക്ഷേ ഡോക്ടർമാരാരെയും കാണിച്ചില്ലേ? കാണിച്ചു. എത്രയും വേഗം ഒരു ഓപ്പറേഷൻ നടത്തിയ അവന്റെ കാഴ്ച തിരിച്ചു കിട്ടാവുന്നതേ ഉള്ളൂ. കൂടുതൽ താമസിച്ച പിന്നെ ഒരിക്കലും കാഴ്ച തിരിച്ചു കിട്ടിയില്ല എന്ന് വരും. എങ്കിലും ഓപ്പറേഷൻ നടത്തിക്കൂടെ റാണി? നടത്തണം, പക്ഷെ അതിന്റെ വിലയാ ഭയങ്കരം. എന്റെ അനിയന്റെ കാഴ്ചക്കുള്ള വില അതെത്രയാണെന്ന് അറിയണ്ടേ? എത്രയാ? 50,000 രൂപ. എന്താ, തരാവോ? ഉണ്ണിയുടെ കാഴ്ചക്കുള്ള 50,000 രൂപയ്ക്ക് വേണ്ടിയാ ഞാനീ കളിച്ചതൊക്കെ. ഞാൻ കരുതിയിരുന്ന ബാലകൃഷ്ണൻ വലിയ ധനികനായിരുന്നു, സമ്പന്നനായിരുന്നു. പക്ഷേ കടം കൊണ്ട് നിക്കക്കള്ളിയില്ലാതെ നാടുവിട്ട ആളാണെന്ന് അറിഞ്ഞപ്പോ സത്യമായിട്ട് ഞാൻ മനസ്സുകൊണ്ട് ചിരിച്ചുപോയി. വിധി എന്നെ പിന്നെയും തോൽപ്പിക്കുന്നല്ലോ എന്നോർത്ത്. ബാലകൃഷ്ണന് വേണ്ടത് 35,000 രൂപയല്ലേ? 35 രൂപ പോലും എന്റെ കയ്യിലില്ല. ഇതൊക്കെ ഓഫീസിൽ വെച്ച് എങ്ങനെ ബോധിപ്പിക്കാന്നറിയാഞ്ഞിട്ടാ ഇവിടെ വരാൻ പറഞ്ഞത്. പറ, ഇനി പറ, ഞാൻ എന്താ ചെയ്യേണ്ടത്? എനിക്ക് ചെയ്യാവുന്നത് ഇതേ ഉള്ളൂ. എന്റെ രാജിക്കത്തായത്. അവകാശപ്പെട്ട ജോലി ബാലകൃഷ്ണൻ തന്നെ ഇരിക്കട്ടെ. അവിടെ ഇരുന്ന് എങ്ങനെയെങ്കിലും ബാലകൃഷ്ണന്റെ കാര്യം സാധിച്ചെടുക്കാൻ നോക്ക്. പൊയ്ക്കോട്ടെ. പോവാ. പോകുന്ന വഴിക്ക് ഈ രാജിക്കത്ത് കയറി ഞാൻ കാറ്റിപ്പറത്തും. റാണി ആ കസേരന്ന് മാറിയാൽ, ഞാൻ മാറ്റിയാൽ പിന്നെ ദൈവം പോലും എന്നോട് പൊറുക്കില്ല. എതിർത്തൊന്നും പറയരുത്. റാണിയുടെ ദുഃഖത്തിലും റാണിയുടെ സന്തോഷത്തിലും കൂടെ ചിരിക്കാൻ ഒരാൾ കൂടി ഉണ്ടെന്ന് വിചാരിച്ചു ഞാൻ. റാണിക്ക് വേണ്ടത് 50,000 രൂപ, എനിക്ക് വേണ്ടത് 35,000 രൂപ. ഇപ്പോ എന്റെ കയ്യിൽ ആകെ ഉള്ളതാ 100 രൂപ. ഇതൂടെ കയറി കാറ്റത്ത് പറത്തി നോക്കട്ടെ. പാദ പങ്കജത്തിൽ ഞങ്ങളെ വച്ചിതാ കുമ്പിടുന്നു. ചേട്ടാ, ചെകുത്താന്മാർ ഞങ്ങളെ കാത്തിടുകിൽ ചത്താലും ഗോപാലകൃഷ്ണ ഒന്ന് ചെന്ന് നോക്കി. അവനെ ലേലം വിളിച്ചു വെക്കാനാ പോണേ. ആ ദുഷ്ടർ ഞങ്ങളെ അവൻ ലേലം ഉറപ്പിച്ചെന്നാ തോന്നണേ. ഇതിന് സ്വല്പം ഞാൻ വെള്ളം ചേർക്കാതെ അങ്ങ് കഴിച്ചു. ബാക്കിയുള്ളത് നമുക്ക് ഇന്ന് രാത്രി ഒന്ന് മുഴുവൻ അങ്ങ് തീർക്കണം. ജീവിതത്തിൽ ഇത്രയേറെ സന്തോഷം ഉണ്ടായിട്ടുള്ള ദിവസം വേറെ ഇല്ല. പിന്നെ എങ്ങനെ കുടുങ്ങിയായിരിക്കും മത്തായി ചേട്ടാ? അതെന്താടാ നിനക്ക് ഇന്ന് ഇത്ര സന്തോഷം? ആ നബീസിന്റെ കല്യാണമില്ലേ, അത് നടക്കില്ല. പൈസ കിട്ടിയില്ലേ? ഇല്ല. ആ പെണ്ണെന്ത് പറഞ്ഞു?
അവിടെ ഒന്നുമില്ല ഒത്താച്ച, ഒന്നുമില്ല. അവളെ അപേക്ഷിച്ച് നോക്കുമ്പോ നമ്മളൊക്കെ രാജാക്കന്മാരാ, രാജാക്കന്മാര്. ഓ, അപ്പൊ അവള് പിന്നെ നിന്നെ പറഞ്ഞു പറ്റിച്ചുല്ലേ? പറ്റിച്ചൊന്നുമില്ല, അവൾ പറഞ്ഞൊക്കെ സത്യമാ. ഒന്നുമില്ല അവിടെയില്. പക്ഷെ ഒന്നുണ്ട്, നല്ലൊരു മനസ്സ്. ദേ, മനസ്സിന്റെ പുണ്യൊന്നും നീ എന്നോട് പറയണ്ട. എന്റെ കയ്യിലുണ്ട് ഇത്ര വലിയ മനസ്സ്. അവളുടെ കയ്യിൽ കാശുണ്ടാ നിന്ന് പ്രസംഗിക്കുന്നത്? ഇതൊക്കെ കേട്ടിട്ടേ എന്റെ വയറ് കത്തിയിട്ട് പാടില്ല. നീ ഒരു ലേശം ഒഴിച്ചേ, ഇത് കിടത്താനാ. ഒഴിച്ചാ ഒഴിച്ചാ, മതി മതി. ആ, വെള്ളം ചേർക്കണ്ടട്ടാ. എന്താണ്, എനിക്ക് വെള്ളം ഇഷ്ടല്ല. അത് കുടിക്കുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടി എനിക്ക് പറയാനുണ്ട്. എന്താ? ഈ കുപ്പിയെ വാങ്ങിയ കാശ് ആരുടെയാന്ന് പറയാവോ? ആരുടെയാ? ഈ ലോകത്തിലെ ഏറ്റവും വലിയൊരു നാറിയുടെ, പരനാറിയുടെ, ഇവന്റെ. കരുതിയിരുന്ന മത്തായിച്ച, ഏത് നിമിഷവും നമ്മളെ പറ്റിക്കും. പെറ്റ തള്ളയെ കണ്ണീച്ചോറയില്ലാതെ പറ്റിക്കുന്ന നാറിയായിവൻ. ഗോപാലകൃഷ്ണൻ, ഇതൊക്കെ നേരാണ്? പറഞ്ഞുകൊള്ളാ, ഞാൻ കണ്ടാക്കെ പറഞ്ഞുകൂടെ. എനിക്കിപ്പോഴും സംശയമാ, അത് നിന്റെ അമ്മ തന്നെയാണോ അതോ നീ ആരെങ്കിലും പറ്റിക്കാൻ വേണ്ടി വിളിച്ചോണ്ടോ? അല്ല അലവലാതി. പ്ലീസ് ഒന്നും പറയരുത്, അതെന്റെ അമ്മ തന്നെയാടാ. കഴിഞ്ഞ 1.5 കൊല്ലമായി ഞാൻ എന്റെ അമ്മയെ കണ്ണിച്ചോരല്ലാതെ പറ്റിക്കുക. പക്ഷെ ശരണാലയത്തിൽ കഴിയുന്ന അവരുടെ മനസ്സ് നിറയെ സന്തോഷമാണ്. മകൻ കൽക്കട്ടയിൽ വലിയ കമ്പനിയിൽ ജോലി ചെയ്യുന്നു, മാസാമാസം പണം അയക്കുന്നു, വിമാനത്തിൽ വരുന്നു. മകൻ അമ്മയ്ക്ക് വേണ്ടി വലിയ ബംഗ്ലാവ് പണിയുന്നു. നീ എന്തിനാണ് ഗോപാലകൃഷ്ണൻ നുണ പറഞ്ഞു പറ്റിക്കണേ? പിന്നെ ഞാൻ എന്ത് പറയണം മത്തായിച്ച? എനിക്ക് ജോലിയില്ലെന്ന് പറയണോ? ഞാൻ 3 നേരം പട്ടിണിയാണെന്ന് പറയണോ? ബാലകൃഷ്ണ, എന്റെ അമ്മ എന്നെ ഒത്തിരി കഷ്ട സഹിച്ചാ പഠിപ്പിച്ച്. പഠിപ്പ് കഴിഞ്ഞ് കോളേജിൽ നിന്ന് പുറത്തിറങ്ങുമ്പോ ആരെങ്കിലും ജോലിയും കൊണ്ടുവന്ന് എന്നെ പൊക്കിക്കൊണ്ടുപോകുന്നായിരുന്നു അമ്മയുടെ വിശ്വാസം. അതുണ്ടായില്ല. പിന്നെ ദിവസങ്ങളും ആഴ്ചകളും കടന്നപ്പോ അമ്മയുടെ വിഷമം കൂടി വന്നു. വല്ലാത്ത ടെൻഷൻ. അത് പിന്നെയും കൂടിയാൽ എനിക്ക് എന്റെ അമ്മ നഷ്ടപ്പെടുമെന്ന് മനസ്സിലായപ്പോ തീരെ നിവൃത്തിയില്ലാത്തോണ്ടാ ഞാൻ എന്റെ അമ്മയെ പറ്റിച്ചത്. മത്തായി ചേട്ടാ, സത്യത്തിൽ ഇവൻ എന്റെ അമ്മയുടെ മുമ്പിൽ വെച്ച് എല്ലാ നുണകളും പുറത്തു കൊണ്ടുവന്നിരുന്നെങ്കിൽ ഈ രാത്രി എന്റെ അമ്മ ജീവനോടെ ഇരിക്കില്ലായിരുന്നു. ബാലകൃഷ്ണ, നിന്നോട് എനിക്ക് ഒരിക്കലും തീരാത്ത നന്ദിയുണ്ട്. ഞാൻ നിന്നോട് ഒരുപാട് തെറ്റുകൾ ചെയ്തിട്ടുണ്ട്. എന്റെ അമ്മയെ ഓർത്ത് എല്ലാം പുറത്തു തന്നേരടാ. നിനക്ക് അവളുടെ പണക്കൊന്നുമില്ലല്ലോ? ഇല്ല. കൊടുത്ത് കോലശ, എന്തിനാ മത്തായി ചേട്ടാ? ഇത് വാങ്ങിച്ച്. എനിക്ക് വേണ്ട. ഇത് വാങ്ങിക്കാൻ. ഗോപാലകൃഷ്ണ, നിനക്ക് ഒരുപാട് ദുഃഖമുണ്ട്. ഇവനും ഉണ്ട് ഒരുപാട് ദുഃഖം. എനിക്കുണ്ട് ഒരു കൊച്ചു ദുഃഖം. ആ കട്ടപ്പുറത്തിരിക്കുന്ന ബസ്സില്ലേ, അതിറങ്ങട്ടെ, നിന്റെ ശരിയാവും, ഇവന്റെയും ശരിയാവും, ഒക്കെ ശരിയാവും. എന്റെ വിശ്വാസ. ഇന്ന് രാത്രി നമുക്കൊന്ന് ആഘോഷിക്കണ്ടേ? ഒഴിച്ചിട്ട് വാ. ചെല്ലേ. ആ, കുടിച്ചില്ലേ? കുടിക്കാൻ. കുടിക്കടാ.